ഇന്ന് നാം ദർശിക്കാനെത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വെണ്ണലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും മഹിമാപൂർണവുമായ വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഭക്തരുടെ പ്രിയപ്പെട്ട തൈക്കാട്ടപ്പനായി അനുഗ്രഹം ചൊരിയുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ. 2000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമാണ്. വെണ്ണലയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂ കിരാതമൂർത്തിയായ മഹാദേവനാണ്. ചന്ദനം കിരാതരൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ഭഗവാൻ ശിവൻ തന്റെ ശാന്തവും തേജസ്സുറ്റതുമായ രൂപത്തിലൂടെ അനേകരുടെ മനസ്സിൽ ഭക്തി നിറയ്ക്കുന്നു. പുലരിയുടെ ആദ്യ നിമിഷങ്ങളിൽ ലഭിക്കുന്ന നിർമാല്യ ദർശനം അതീവ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചിക. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളുടെ മനോഹരമായ സംഗമമാണ് ഈ ക്ഷേത്രം. താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ ശ്രീ. അനാദികാലം മുതൽ ഭക്തരുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും സാക്ഷിയായി നിലകൊള്ളുന്ന വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്നും ആത്മീയതയുടെ സ്തംഭമായി ദീപസ്തംഭമായി പ്രകാശിക്കുകയാണ്. വിശ്വേശ്വരായ നരകാർണവതാരണായ തൈക്കാട്ടപ്പന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ. ഓം നമഃ ശിവായ. കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. അറിവമ്മ അലിവമ്മ അമൃതമ്മ. കൂട്ടുകാരന് നൽകാനാണ് പുഷ്പം വാങ്ങുന്നത് എങ്കിലും അതിൻ്റെ പരിമളവും ഭംഗിയും ആദ്യം ആസ്വദിക്കുന്നത് നമ്മളാണ്. അതുപോലെ നിഷ്കാമ സേവനത്തിലൂടെ നമ്മുടെ മനസ്സാണ് വിശാലമാകുന്നത്. നമ്മളാണ് ആനന്ദം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അയലത്തുകാർക്ക് നല്ല ബുദ്ധിയും മനസ്സും നൽകുവാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അമ്മയുടെ വാക്കുകളിലൂടെ പരമമായ ആനന്ദം അറിയുവാനാകട്ടെ നമുക്ക്.